തിരിച്ചു വന്നു. ഞാൻ തിരിച്ചു വന്നു സുഹൃത്തുക്കളെ. ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. വൈകാ സുജായ്. എന്തോ പറ്റി? ഈ ജിയോ എന്നെ ചതിച്ചു. ഞാന് ഡിസ്കണക്ട് ആയിപ്പോയി. പക്ഷെ താങ്ക് യു സോ മച്ച്, നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തേന്. രജില, നിങ്ങൾക്കൊക്കെ നാട്ടുകാരെ പറ്റിക്കാമെങ്കിലേ ജിയോയ്ക്ക് നിന്നെ പറ്റിക്കുന്നതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ടടേ. ശ്രീവിദ്യ മുല്ലശ്ശേരി ഭീഷണിപ്പെടുത്തുക. ആരാ? യൂട്യൂബേഴ്സിന് ഭീഷണിപ്പെടുത്തുക. വേറെ വലിയ ലെവല് പുള്ളിയ തള്ളി. നമ്മളൊക്കെ വിചാരിച്ച പോലെയല്ലേ ഭീഷണിപ്പെടുത്തി അങ്ങ് തീർന്നു കളയും. ആ സെറ്റപ്പ്. അയ്യോ 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 ഭീഷണിപ്പെടുത്തുക. അല്ലെങ്കിൽ ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. ഇനി നിനക്ക് ഓൾറെഡി അറസ്റ്റ് വാറന്റ് കിടന്ന് ആ സ്ഥിതിക്ക് നീ വേറെ കേസ് കൊടുക്കാൻ സ്റ്റേഷനിൽ പോയാൽ നിന്നെ പിടിച്ച് അകത്തണം. അതാണ് വകുപ്പ്. ഓക്കെ, അതാണ് വകുപ്പ്. എന്തായാലും ശ്രീവിദ്യ മുല്ലശ്ശേരി ഇല്ല സെറ്റിൽ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കൾ. അതും വേറൊരു സന്തോഷ വാർത്തയാണ്. ഇത് യൂട്യൂബിൽ വന്ന് യൂട്യൂബേഴ്സ് എല്ലാവരും കൂടി ചർച്ച ചെയ്ത് അവസാനം നാറ്റ കേസായി ചളവായി കുളവായി അവസാനം സെറ്റിൽമെന്റിന് വിളിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ എന്താണ് വിഷയമെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് എഗോ ഷീ വിൽ പ്രൊമോട്ട് സംതിങ്. ഐ തിങ്ക് ഇറ്റ്സ് ഈ മറ്റേ ബെറ്റിംഗ് അമ്മാതിരി കുറച്ച് സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ പ്രൊമോഷൻ കണ്ടും കൊണ്ട് ഒരുത്തൻ അതിൽ കൊണ്ടൊരു 1 ലക്ഷം രൂപ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അവൻ മൂഞ്ചിയിരിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ ശ്രീവിദ്യ മുല്ലശ്ശേരിയിലുള്ള ട്രസ്റ്റ് കാരണം അവൻ കൊണ്ടിട്ട ആ പൈസ അവൻ്റെ നിന്ന് പോയപ്പോൾ അവന് കുരുപൊട്ടി. അവൻ കൊണ്ട് കേസ് കൊടുത്തു. എവിടെ? ഉപഭോക്താവ് കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തു. കേസ് കൊടുത്തതിനെ തുടർന്നിട്ട് ശ്രീവിദ്യ മുല്ലശ്ശേരിയിൽ നിന്നും ഈ പറയുന്ന യുവാവിന് നഷ്ടപരിഹാരം കൊടുക്കാനായിട്ടുള്ള സംഭവം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ നഷ്ടപരിഹാരവും പിന്നെ ഒരു പിഴത്തുക എല്ലാം കൂടി 1,50,000 രൂപ കൊടുക്കാനായിട്ടുള്ള ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. മറിച്ച് ആ പൈസ കൊടുത്തില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള അറസ്റ്റ് വാറന്റും വന്നിട്ടുണ്ടായിരുന്നു പൈസ കൊടുക്കാത്തതിനെ തുടർന്നിട്ട്. ഓക്കെ, എന്ത് വന്നാലും ഞാൻ പൈസ കൊടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ശ്രീവിദ്യ മുല്ലശ്ശേരിക്ക് ഒരു അടിയായിരുന്നു കോടതിയിൽ നിന്നും വന്ന അറസ്റ്റ് വാറന്റ്. എന്നാൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസുകാർ അങ്ങോട്ട് മുൻകൈ എടുക്കുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. ആള് സെലിബ്രിറ്റി അല്ലേ, പെട്ടെന്നൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അറസ്റ്റ് ചെയ്താൽ മെയിൻ സ്ട്രീം മീഡിയകളടക്കം ചർച്ച ചെയ്യുന്ന വിഷയത്തിലോട്ട് പോകും. അതുകൊണ്ട് പെട്ടെന്നൊന്നും അങ്ങനെ അറസ്റ്റും ചെയ്യത്തില്ല. എന്നാൽ തൻ്റെ എല്ലാ പ്രാവശ്യവും എല്ലാ ആഴ്ചയിലും വരുന്ന ആ സ്ഥലത്ത് വന്നിട്ടും അറസ്റ്റ് ചെയ്യില്ല. പോലീസുകാർ വന്ന് നോക്കുമ്പോൾ ശ്രീവിദ്യ മുല്ലശ്ശേരി അവിടെ ഇല്ല എന്നാണ് സാറന്മാർ പറയുന്നത്. എന്തരായാലും അന്തരാശു കുന്തരാശു കൊള്ളാടെ ശ്രീവിദ്യ മുല്ലശ്ശേരി അറസ്റ്റ് ചെയ്യാൻ മാത്രം വിലങ്ങില്ല നമ്മുടെ കേരള പോലീസിൻ്റെ എന്നാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ വ്യക്തി, ഈ ശ്രീവിദ്യ മുല്ലശ്ശേരിക്കെതിരെ കേസ് കൊടുത്ത വ്യക്തി ശക്തമായിട്ട് മുന്നോട്ട് പോയി എന്ന് തന്നെയാണ് മറ്റൊരു വാദം. അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. എന്തുകൊണ്ട് ഈ സ്ഥലത്തടക്കം വന്നിട്ടും ശ്രീവിദ്യ മുല്ലശ്ശേരിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ക്വസ്റ്റ്യൻസ് അടക്കം ചോദിച്ചപ്പോൾ പോലീസുകാരന്മാർ അവിടെ നിന്ന് മറ്റേ സാറിൻ്റെ അടുത്ത് ചോദിക്കും. ഓരോ സാറുമാരെ പേര് സ്കിപ്പ് അടിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. കോമഡികളാണ് പോലീസുകാരുടെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ. നമുക്ക് എന്തായാലും ആ വ്യക്തി സ്റ്റേഷനിൽ വിളിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കാം. നമസ്കാരം, ഇത് എൻ്റെ പേര് ശ്രീജയൻ എന്നാണ്. ഇവിടെ ഒരു പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ കാസർഗോഡ് ഉപഭോക്തൃ കമ്മീഷന്റെ ഒരു വാറണ്ട് ഉണ്ടായിരുന്നു. കാസർഗോഡ് ഉപഭോക്തൃ കമ്മീഷന്റെ ഒരു വാറണ്ട് ഉണ്ടായിരുന്നു അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ. ഒരു ശ്രീവിദ്യ മുല്ലശ്ശേരി എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ട് കാസർഗോഡ് ഉപഭോക്തൃ കമ്മീഷനിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് ഒരു വാറണ്ട് ഉണ്ടായിരുന്നു. അത് ഇതുവരെയായിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു. 3 തവണ അവിടേക്ക് വാറണ്ട് കൊടുത്തിരുന്നു, പാലാരിവട്ടം സ്റ്റേഷനിലേക്ക്. കേസാണോ? അതെ, പാലാരിവട്ടം സ്റ്റേഷനിലെ അതേ പരിധിയിലാണ് ഈ ശ്രീവിദ്യ മുല്ലശ്ശേരി ഉള്ളത്. അപ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ആ ശ്രീവിദ്യ മുല്ലശ്ശേരിനെ പാലാരിവട്ടം സ്റ്റേഷൻ പരിധിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ട്. ഏത് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസാണ്? ഇത് രജിസ്റ്റർ ചെയ്ത കേസല്ല, ഇത് കോടതിയുടെ ഉത്തരവാണ്. കാസർഗോഡ് ഉപഭോക്തൃ കമ്മീഷന്റെ ഉത്തരവാണ്. വാറണ്ട് അയച്ചിട്ടുണ്ടെന്നാണോ? അതെ, വാറണ്ട് അവിടെ അയച്ചിട്ടുണ്ട്. 3 തവണ അവിടെ വന്നിട്ടുണ്ട് വാറണ്ട്. വിളിക്കുന്നത് കണ്ണൂരിന്നാണ്. കണ്ണൂർ. പേരെന്താ? ശ്രീജയൻ. ശ്രീജയൻ. അതെ അതെ.
ഇത് ഉപഭോക്തൃ കോടതിയുടെ പേരിൽ വാറണ്ട് വന്നിട്ടുണ്ടല്ലേ? അതെ വന്നിട്ടുണ്ട് 3 തവണ. ഓഫീസിൽ ചോദിക്കട്ടോ. അല്ല, ഇത് നിങ്ങൾ ഇതിനു മുമ്പ് ഞാൻ പലതവണ വിളിച്ചപ്പോൾ നോക്കിയിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു വിളിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ല, ഞാൻ ഇപ്പോഴാണ് ഇത് കേൾക്കുന്നത്. സാർ പറയുമ്പോഴാണ് ഇതിനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ചോദിക്കട്ടെ, ഇവിടെ എന്താ സംഭവം അറിവ് വന്നിട്ടുണ്ടോ, അങ്ങനെ ആരുടെ വന്നിട്ടുണ്ടോ ചോദിക്കട്ടോ. അല്ല, ചോദിക്കട്ടെ ചോദിച്ചാൽ പിന്നെ നിങ്ങൾ തിരിച്ചു വിളിക്കോ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കോ ഇല്ല. ഇതിനു മുമ്പ് ഞാൻ പലതവണ വിളിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കട്ടെ എന്നാല്. കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ സാർ അങ്ങോട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. തള്ളയും മൂർഖനെയാണല്ലോ ചവിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് സാറ് നിന്ന് പെടാപ്പാട് പെടുകയാണ്. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടും കോളൊന്നും വരാത്ത സ്ഥിതിക്ക് ആ വ്യക്തി തന്നെ തിരിച്ചു വിളിക്കുന്നുണ്ട്. എന്തുവാടേ, ആ സ്റ്റേഷനിൽ നടക്കുന്ന ഒരു കാര്യവും ആ സാറിന് അറിയത്തില്ല. സാറ് ലീവിലായിരുന്നോ? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. ആ സ്റ്റേഷനിൽ വാറന്റ് വന്നതും ഒന്നും സാർ അറിയുന്നില്ല. വാട്ട് എ സാർ. സാറിന്റെ കാര്യം പരിതാപകരമാണ്. എന്തായാലും 10 മിനിറ്റ് കഴിഞ്ഞിട്ടും സാറ് വിളിക്കാത്തോണ്ട് ഈ വ്യക്തി തിരിച്ച് വീണ്ടും വിളിച്ചു. നമുക്ക് കേൾക്കാം. ഹലോ സാർ, ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. ശ്രീജയൻ എന്നാണ് പേര്. ശ്രീജയൻ എന്നാണ് പേര്. ഒരു വാറണ്ടിനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. ഒരു ശ്രീവിദ്യ മുല്ലശ്ശേരി പറഞ്ഞിട്ടുള്ളവർക്കെതിരെ വാറണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമസ്കാരം, പറയൂ. ഇത് ഒരു വാറണ്ടിനെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ വിളിച്ചതാണ്. കുറച്ചും വിളിച്ചാണോ? കോഴിക്കോട്. അതെ അതെ അതെ. ഞാൻ നമ്മുടെ ഇവിടെ പ്രോസസ്സ് നടത്തുന്ന സാറിന് നമ്പർ തരാം. അദ്ദേഹത്തിനൊന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. വാറണ്ട് വന്നിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ അദ്ദേഹത്തിനായിട്ട് അറിയാൻ പറ്റുമോ? ഓക്കെ നമ്പർ പറഞ്ഞു. ഞാൻ പറയട്ടെ? പറഞ്ഞു. 80. ഓക്കെ സാർ. ഇതൊക്കെ ഈ വാറണ്ട് പ്രോസസ് നടത്തുന്ന അദ്ദേഹമാണ്. ഓക്കെ, എന്നാ അവരെ വിളിക്കാം. ശരി. ഓക്കെ, വാറന്റ് പ്രോസസ് ഒക്കെ നടത്തുന്നത് ഞാനല്ല. എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയത്തില്ല. ഞാൻ ഈ സ്റ്റേഷനിൽ ഉണ്ടെന്നേ ഉള്ളൂ. എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ വെറുതെ വരും, ഇരിക്കും, പോവും. വാറന്റ് പ്രോസസ് ഒക്കെ നടത്തുന്ന വേറെ സാറാണ്. ഇന്ന ആളാണ്. ആ ആളുടെ നമ്പർ ഞാൻ തരാം, എന്നാ വിളിച്ചോ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങേര് പതുക്കെ നൈസായിട്ട് കൈ ഒഴിഞ്ഞിട്ട് അപ്പുറത്ത് അവൻ്റെ നമ്പർ അങ്ങ് വെച്ച് കൊടുത്തു. ഞാൻ സേഫായി. ഇനി അവനെയല്ലേ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കളി. എന്തായാലും ഈ വ്യക്തി വിട്ടില്ല. ഓക്കെ, ഇങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ വിളിച്ചു. കേൾക്കാം. സാറല്ലേ, ഇത് ഒരു വാറണ്ടിനെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഒരു ശ്രീവിദ്യ മുല്ലശ്ശേരി എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിക്കെതിരെ ഒരു വാറണ്ട് സിനിമാടിയില്ലേ? അതെ അതെ അതെ. അത് ഞാനല്ലാതെ നോക്കി. അത് ഇവിടെ നമ്മുടെ വേറൊരു സാറാണ് നോക്കി, സുമേഷ് പോയിട്ട്. അപ്പൊ അത് അതിന്റെ റിപ്പോർട്ട് നമുക്ക് കൊടുത്തായിരുന്നു. അത് അവര് ഇവിടുത്തെ സ്ഥാപനത്തിൽ വരുന്നില്ല. അവര് പണ്ടെങ്ങാണ്ട് വന്നു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ സ്റ്റേഷൻ പരിധിയിൽ അവരോ ഇല്ല. ഉണ്ട്, ആ സ്റ്റേഷൻ പരിധി തന്നെയാണ് ഉള്ളത്. എവിടെ? അമൃത ടിവിയുടെ സ്റ്റുഡിയോയില്. സ്റ്റുഡിയോ നമ്മുടെ സ്റ്റേഷൻ പരിധിയാണ്, പക്ഷെ അവരിവിടെ ഇല്ലല്ലോ. അവരവിടെ തന്നെയാണ് ഉള്ളത്. അവര് സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന അഡ്രസ്സാണ് അത്. അല്ലല്ല, നമ്മള് പോയി അന്വേഷിച്ചില്ല. അവരവിടെ സ്റ്റാഫായിട്ട് അവിടെ ജോലി ചെയ്യുന്നില്ല. അവരുടെ ഒരു പ്രോഗ്രാം പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെവിടെയോ ഒന്ന് അഭിനയിച്ചിട്ടാണ് ഇങ്ങോട്ടേക്കണെന്നാണ് അത് പറയാം. മനസ്സിലായില്ല. അവരെവിടെയോ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ട് ആ സംഭവം ഇവിടെ അത് ഇത് ചെയ്യണമെന്ന് പറഞ്ഞത്. അല്ല, അത് അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. പലരിടത്താണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ നിങ്ങള് വാട്സാപ്പിൽ പറയണത്. ഞാൻ ആ സുമേഷ് സാറിന്റെ നമ്പർ തരാം. കാരണം പുള്ളിയാണ് അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വിട്ടേക്കണത്. ഞാൻ നമ്പർ അയച്ചില്ല. പറഞ്ഞാ മതി. പുള്ളിയാണ് അതിന്റെ റിപ്പോർട്ട് കൊടുത്തേക്കണത്. പുള്ളിയാണ് അന്വേഷിച്ചത്. അവരെ വിളിക്കാം. സാറന്മാർക്ക് തന്നെ ഒരു ഉറപ്പില്ല. അവിടെ വരത്തൊന്നുമില്ല. അത് ചുമ്മാ അവർ വേറെ എവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഈ വ്യക്തി പറയുന്നില്ല അവിടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആണോ? സത്യം പറഞ്ഞാൽ പോലീസുകാർ നിങ്ങളല്ലേ ഒരു കേസ് വരുമ്പോൾ അന്വേഷിച്ചിട്ട് പ്രതി അറസ്റ്റ് ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതും? അതോ കേസ് തന്ന ആള് അങ്ങേര് തന്നെ അന്വേഷിച്ച് കണ്ടെത്തി എവിടെ ഉണ്ടെന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് മുന്നിൽ നിർത്തി തരണം? എന്തുവാടേ ഇത്? ഭയങ്കര ഒരു ഇതാണല്ലോ. ഒരു സാധാരണക്കാരൻ ഒരു കേസ് ആയതുകൊണ്ട്, സാധാരണക്കാരന്റെ കേസ്, അതായത് സാധാരണക്കാരൻ മുൻ കൈയെടുത്ത് ഇറങ്ങിയ ഒരു സെലിബ്രിറ്റിക്കെതിരെ ഇറങ്ങിയ ഒരു കേസ് ആയതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് അങ്ങോട്ട് അന്വേഷിക്കാൻ വലിയ പ്രയാസമാണ്. വലിയ ക്ഷീണമാണ്. എന്തായാലും കൊള്ളാം. അവസാനം എല്ലാത്തിനും ഒരു ഒത്തുതീർപ്പായെങ്കിലും ഒരു ഭീഷണി അവിടെ മുല്ലശ്ശേരി ഒഴുക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിലോട്ട് എത്തണം. ഇപ്പോൾ സാറന്മാരെല്ലാവരും ഇങ്ങനെ വിളിക്കും തോറും ഓരോരുത്തരുടെ നമ്പർ കൈമാറി കൊടുത്തോണ്ടിരിക്കുകയാണ്. വല്ലാത്ത അവസ്ഥ. അടുത്ത സാറ് പോട്ടെ.
ഹലോ ഹലോ, ഇത് സുമേഷ് സാറല്ലേ പാലാരിവട്ടത്ത്? അതെ. ഇതൊരു വാറണ്ടിനെ കുറിച്ചിട്ട് അന്വേഷിക്കണമായിരുന്നു. ഒരു ശ്രീവിദ്യ മുള്ളശ്ശേരി പറഞ്ഞവരുടെ ഒരു വാറണ്ട് 3 പ്രാവശ്യമായിട്ട് അവിടെ വന്നിരുന്നു, പാലാരിവട്ടം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ. അപ്പോൾ അത് ഇതുവരെയായിട്ട് അവരെ അറസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കാസർഗോഡ് കമ്മീഷനിൽ ഹാജരാക്കി. ഇതാരാണ്? ഹലോ, ഇതാരാണ്? ശ്രീജയൻ. അപ്പൊ ഇത് ഇതുവരെയായിട്ട് വാറണ്ട് നടപ്പിലാക്കിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചായിരുന്നു. ഒരു പ്രാവശ്യം വാറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യം. ഒരു പ്രാവശ്യം വാറണ്ട് വന്നു. ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യം അവിടെ വാറണ്ട് വന്നിട്ടുണ്ട്. 3 പ്രാവശ്യം ഇവിടെ വന്നിട്ടില്ല. പക്ഷെ എന്റെ ഞാനൊരു ഒരു പ്രാവശ്യം 3 പേരെ നോക്കുന്നുണ്ടേ. അല്ല, 3 പേരെ നോക്കുന്നുണ്ടെങ്കിൽ വേറൊരു സാറിന്റെ നമ്പർ വന്നത്. അപ്പോ ഇത് എന്തായിരുന്നു, അത് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചായിരുന്നു. റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിട്ടുണ്ടല്ലോ. എന്താ റിപ്പോർട്ട് എന്തായിരുന്നു കൊടുത്തത്? അവിടെ ഉണ്ടല്ലോ. ഞാനിപ്പോ ഇവിടെ ഇല്ല, ഞാൻ പിന്നെ പറയാം. ഒരു പ്രാവശ്യമല്ലേ വാറണ്ട് വന്നിട്ടുള്ളൂ. നമ്മൾ അങ്ങനെ അറസ്റ്റ് ചെയ്യത്തില്ല. നമ്മളൊരു 7 പ്രാവശ്യം വാറണ്ട് വന്നാലേ അറസ്റ്റ് ചെയ്യത്തുള്ളൂ. എന്തോന്നില്ല ഈ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ സാറന്മാരുടെ അവസ്ഥ. സാറന്മാർ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നാട്ടുകാർ ചുമ്മാ നിങ്ങൾക്ക് നെഗറ്റീവ് അടിച്ച് നാണക്കേടായില്ല ഇത്. സുമേഷ് സാറേ, ഇത് മോശമായിപ്പോയി കേട്ടാ. ഒരു വട്ടം വാറണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറസ്റ്റ് ചെയ്യത്തില്ല. നമുക്ക് കുറേ വട്ടം വാറണ്ട് വരണം. ഇല്ല 3 വട്ടം വന്നില്ല. 3 വട്ടം എൻ്റെ വന്നിട്ടില്ല. ഞാൻ നോക്കട്ടെ. ഇതുപോലെ പാവപ്പെട്ടവനായിരുന്നെങ്കിൽ അവനെ ഇതിനു മുമ്പേ ഇടിച്ച് നൂത്ത് ആത്തുകൊണ്ടിട്ട് ഇടിച്ച് പത വരുത്തിയാനെ. പണക്കാർക്കെതിരെ സെലിബ്രിറ്റികൾക്കെതിരെ കേസെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. വാറണ്ട് വന്ന് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ വന്നിട്ടും ഭയങ്കര ബുദ്ധിമുട്ട്. വയ്യ, സാറന്മാർക്കൊന്നും വയ്യ. ബാക്കി ഹലോ സാറേ, ഞാൻ രാവിലെ വിളിച്ചിരുന്നു. ശ്രീജയൻ എന്നാണ് പേര്. രാവിലെ വിളിച്ചിരുന്നു. ശ്രീജയൻ എന്നാണ് പേര്. ഒരു വാറണ്ടിന്റെ കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചിരുന്നു. ഓക്കെ. അപ്പൊ അത് ഒരു 3 തവണ അവിടെ വാറണ്ട് അയച്ചിട്ടും ശ്രീവിദ്യ മുള്ളശ്ശേരിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് അറിയാൻ വേണ്ടി വിളിച്ചായിരുന്നു. ശ്രീജയനേ ഒരു പ്രാവശ്യം വാറണ്ട് ഞാൻ കണ്ടിരുന്നു. ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. അല്ലെങ്കിൽ അഡ്രസ് ഉണ്ടായിരുന്ന അമൃതയുടെ അഡ്രസ് അല്ലേ? അതെ. ഓക്കെ. ഒരു തവണ വാറണ്ട് കണ്ടിരുന്നു. എനിക്ക് തോന്നിയിരുന്നു അമൃത ചാനൽ അന്വേഷിച്ച് അവിടെ അന്വേഷിച്ച. അപ്പൊ അവിടെ ഒരു പ്രോഗ്രാമിന് ഇടയ്ക്ക് ഷൂട്ടിങ് വരാറുണ്ട്. ഞങ്ങൾ ചെന്ന സമയത്തൊന്നും അവിടെ ഇല്ല. അല്ല, അവിടെ വരാറുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഷൂട്ടിങ്ങിലെ സമയത്ത് അവിടെ പോയാൽ ആളുണ്ടാവുമല്ലോ. അതിപ്പോ അവർക്ക് അതൊരു സ്ഥാപനമാണല്ലോ. അവിടെ അവർ താമസിക്കുന്ന അഡ്രസ്സും അതൊന്നും അത് അവർ താമസിക്കുന്ന അഡ്രസ്സൊന്നും വന്നില്ല. നമുക്ക് അവിടെ അവരുണ്ടെന്ന് പറഞ്ഞ് ഒരു സ്ഥാപനത്തിന്റെ അഡ്രസ്സാണോ? അതെ, ആ സ്ഥാപനത്തിന്റെ പുറത്ത് നിന്ന് അറസ്റ്റ് ചെയ്യാലോ അങ്ങനെയാകുമ്പോ. അത് ഞങ്ങൾ ചെന്നിരുന്നു അവിടെ. സുഹൃത്തെ, ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അവിടെ ഇല്ല. അവര് ഇടയ്ക്ക് വരുമെന്നാണ് പറഞ്ഞത്. ഷൂട്ടിങ് ഇപ്പോ ഉള്ള സമയത്ത് വരും. ചെന്നൈയിലേക്ക് വേറെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് നമുക്കറിയാൻ കഴിഞ്ഞു. നമ്മൾ റിപ്പോർട്ട് കോടതി കൊടുത്തിരുന്നു കേട്ടോ. അല്ല, ചെന്നൈയിലല്ല. അവർ ആ ഷൂട്ടിംഗ് ഉള്ള ദിവസം എന്ന് പറയുമ്പോൾ അവർ സ്ഥിരമായിട്ട് ആഴ്ചയിൽ 3-4 ദിവസം ഷൂട്ടിംഗ് ഇതാണ്, പ്രോഗ്രാമാണ്, കോമഡി മാസ്റ്റേഴ്സ് പറയുന്നത്. അപ്പൊ എന്നിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല പറഞ്ഞാൽ അതൊരു പോരായ്മയല്ലേ? കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞാല് അവിടെ തന്നെയാണ് സ്ഥിരമായിട്ട് അവർ വരുന്നത്. ആണോ? ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് അതാണ് അറിയുന്നത്. ഞാൻ കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ല, കോടതിയിൽ എന്തായിരുന്നു റിപ്പോർട്ട് കൊടുത്തത്? അല്ല, കോടതിയിൽ ഞാൻ റിപ്പോർട്ട് കൊടുക്കുന്നു. കോടതിയിൽ നിന്നാണ് പേപ്പർ വന്നത്. കോടതിയിൽ നിന്ന് പേപ്പർ വന്നിട്ട് അറസ്റ്റ് വാറന്റ് വന്നിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവഴി ഇവിടെ ഇല്ല. ഒരു പാവപ്പെട്ടവനെയൊക്കെ ആയിരുന്നു ഇതിനു മുന്നേ തൂക്കിയിട്ട് ഇടിച്ച് പടമാക്കിയാണ്. ഞാൻ വേറൊരു കേസ് പറഞ്ഞു. തൂഫാൻ നല്ല പരിപാടിയാണ്. അത് നല്ല ഇങ്ങനെ ലഹരിയും പരിപാടിയൊക്കെ ഉള്ളവന്മാരെയൊക്കെ തൂക്കണം. ഞാൻ മര്യാദയ്ക്ക് വഴിയിൽ നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മുന്നിൽ വട്ടം വെച്ചിട്ടാണ് പോലീസുകാരെല്ലാം കൂടി ചാടി വന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി വന്ന സമയത്ത്. അതാണ് തൂഫാൻ്റെ പവർ. പവറൊക്കെ സെലിബ്രിറ്റികളെ അറസ്റ്റ് ചെയ്യുമ്പോഴും കാണിക്കണം സാറന്മാരെ. ന്യൂസ് വാല്യുള്ള ഖാനൊക്കെ ആകത്തില്ല. പോലീസുകാർക്ക് ഒരു അയപ്പ് കിട്ടും, അല്ലെ സെലിബ്രിറ്റിയൊക്കെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ്. അങ്ങനെ കിട്ടുന്ന അച്ചീവ്മെന്റ് അംഗീകാരമൊക്കെ വാരിക്കൂട്ടി വെക്കാണ്ട് ചുമ്മാ അവർ പറയുന്നത് കേട്ടും കൊണ്ടെങ്കിൽ ഇരിക്കുകയാണ്. അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവരവിടെ ഇല്ല, അകത്ത് കയറി നമുക്ക് പറ്റൂല. പോലീസുകാർക്ക് ഓയ്യോ എന്തോന്നടേ ഇത്. ആ പ്രോഗ്രാം നടന്നാലും അതിൻ്റെ അകത്ത് വാറന്റ് കൊണ്ട് കയറിയാൽ മതി. അറസ്റ്റ് വാറന്റ് ഉണ്ട് ശ്രീവിദ്യ മുല്ലശ്ശേരിയെ എന്ന് പറഞ്ഞ് കയറാവുന്നതേ ഉള്ളൂ. പോലീസുകാരൊക്കെ ഇങ്ങനെ പോട്ട്. എന്തായാലും പോലീസുകാർ ആകെ നാണം കെട്ട് നേറി നിന്നെ പറയാം. പക്ഷേ കാര്യം വഷളായി, സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി, പല രീതിയിലും ശ്രീവിദ്യ മുല്ലശ്ശേരി മൂഞ്ചിത്തിരിഞ്ഞ് കമ്പിത്തിരിയായി തുടങ്ങിയപ്പോൾ അവസാനം സെറ്റിൽമെൻറ്റ് നടത്താം, നഷ്ടപരിഹാരം അടക്കം കൊടുത്ത് സെറ്റിൽമെൻറ്റ് നടത്താം എന്നുള്ള സെറ്റപ്പിലോട്ട് പോയി സെറ്റിൽമെൻറ്റ് നടത്തുന്നുണ്ട്. അതിനെ തുടർന്ന് ആ വ്യക്തി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് വായിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി അയച്ചിട്ടുള്ള മെസ്സേജാണ് കേട്ടോ. അതായത് കൈസിനാണ് അയച്ചിട്ടുള്ളത്. കൈസിനാണ് ഈ വ്യക്തി ആദ്യം കോൺടാക്ട് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിനുശേഷം
ആണ് ഈ വിഷയം സോഷ്യൽ മീഡിയയിലോട്ട് വരുന്നത്. എന്നാലും ആ വ്യക്തി അയച്ച മെസ്സേജ് നമുക്കൊന്ന് കാണാം. നന്ദി ബ്രോ, ഇന്ന് ഞാൻ കാസർഗോഡ് കമ്മീഷനിൽ എത്തി. അപ്പോൾ അവരുടെ പുതിയ വക്കീൽ വന്ന് ഇനി പരാതി കൊടുക്കേണ്ട, ബാക്കിയുള്ള മുഴുവൻ തുകയും തരാമെന്ന് പറഞ്ഞു. നന്ദി കേട്ടോ. ഇത്രയും കാലം പോലീസിനെ കൊണ്ട് സാധിക്കാത്തത് താങ്കളുടെ ചാനലിൽ കൂടി ചെയ്ത വീഡിയോ കാരണം അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി കാണും. അവരുടെ വക്കീൽ തരുമെന്ന് ഉറപ്പ് തന്നു. അപ്പോൾ അവരുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഇന്ന് തയ്യാറാക്കി വെച്ച വണ്ടി പിടിച്ചെടുക്കുന്നത് അടക്കമുള്ള ഒരു അപേക്ഷ തൽക്കാലം കൊടുക്കുന്നില്ല. ഒരിക്കൽ കൂടി വളരെ നന്ദി എന്ന് പറഞ്ഞിട്ട് വളരെ മാന്യമായിട്ട് ഈ വ്യക്തി ഒരു മെസ്സേജ് അയക്കുകയാണ്. നല്ല കാര്യം. എന്തായാലും സോഷ്യൽ മീഡിയ കോടതിയാണോ എന്ന് ചോദിക്കുന്നവർക്ക് ചില സമയങ്ങളിൽ പാവപ്പെട്ട സാധാരണക്കാർക്ക് നീതി ലഭിക്കാതെ വരുന്ന സമയത്ത് ചില സാഹചര്യങ്ങളിൽ സോഷ്യൽ മീഡിയയും കോടതിയായി മാറാറുണ്ട്. ഇതുപോലത്തെ സാഹചര്യങ്ങൾ. അല്ലാണ്ട് എല്ലാ തൊട്ടവും തുമ്മിയും ദൂരെയും കേസിനെ എടുത്തിരിച്ച് കോടതിയാക്കാൻ പറ്റത്തില്ല. പക്ഷെ ചില കേസുകളിൽ ഇതുപോലെ സോഷ്യൽ മീഡിയ സ്വമാതിയായ തന്നെ ഈ പറയുന്നത് പോലെ കോടതിയായി മാറാറുണ്ട്. നല്ല കാര്യമാണ്. ഇനി ആ വ്യക്തി കുറച്ച് നന്ദി പ്രകടനങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മുല്ലശ്ശേരിയുടെ ഭീഷണിയിലോട്ട് പോവാം. അവിടെ ഒരു സന്തോഷകാര്യമുണ്ട്. അതായത് വക്കീല് തരുന്നു പറഞ്ഞത് മാത്രമല്ല, അവരെ വക്കീല് പറഞ്ഞാല് പണ്ടത്തെ ആ കേസിൽപ്പെട്ട വക്കീലല്ല, ഇത് പുതിയ വക്കീല്. ആ വക്കീല് ഉറപ്പ് തന്നത് മാത്രമല്ല, ഇന്ന് തന്നെ അവര് തരാനില്ല ബാക്കി പൈസ തന്നിട്ട് കേസ് പൂർണ്ണ സംതൃപ്തിയോടുകൂടി ആ കേസ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട കമ്മീഷന്റെ മുമ്പാകെ അവര് പൈസ തന്നിട്ട് ആ കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണ സംതൃപ്തിയോടെ ആ കേസ് ക്ലോസ് ആയതായിട്ട് ബ്രോനെ അറിയിക്കുവാണ്. അപ്പോൾ ഒരിക്കൽ കൂടി വളരെ നന്ദി ഈ ഒരു കാര്യത്തിന്. കാരണം ഇത്രയും കാലം നോൺ വെയിലബിൾ വാറണ്ട് കൊടുത്തിട്ട് പോലീസ് അനങ്ങാത്തത് താങ്കളെ ചാനലിൽ കൂടി ആ ഒറ്റ വീഡിയോയിലൂടെ അത് വളരെ ഉപകാരമുണ്ട് അങ്ങനെ ചെയ്തതിന്. അപ്പോൾ വേറൊരു എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്, ഇങ്ങനെ നടക്കുമ്പോൾ ഇപ്പം നമുക്കറിയാം, പണ്ട് ഒരു സുരേഷ് ഗോപിൻ്റെ ഒരു പടം ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സംവിധാനം ഇവരുടെ അറിയാലോ, ഇവരുടെ ഈ പറയുന്ന ശ്രീദേവ് മുല്ലശ്ശേരിയുടെ ഭർത്താവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംവിധാനം നടക്കുന്നത് പറഞ്ഞിട്ട് പല കാരണങ്ങളാൽ അത് മുടങ്ങി ആ സിനിമ. അപ്പോൾ നമ്മൾ പറയുന്നത്, നമ്മൾ ഒരു കാര്യം നമ്മളിപ്പോൾ പൂർണ്ണമായിട്ട് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ ഒരു പരസ്യം ചെയ്തു, തട്ടിപ്പിൻ്റെ പരസ്യം എന്ന് വെച്ചാൽ അത് അന്നത്തെ കാലത്ത് അവർക്ക് അങ്ങനെ ചെയ്ത് ഇവരല്ല ഞാൻ പറയുന്നത്, ശ്രീദേവ് മുല്ലശ്ശേരിൻ്റെ ഭർത്താവല്ല, ശ്രീദേവ് മുല്ലശ്ശേരി ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒരു സംഭവം, ഈ പൈസ തന്നു, ഇപ്പോൾ ഇപ്പം നമുക്കും സംതൃപ്തി, അപ്പോൾ ആ ഒരു പോയ പൈസ തിരിച്ചു കിട്ടുന്നതിൻ്റെ ഒരു സംതൃപ്തി ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നത്, നമ്മൾ ആ നിമിത്തം കൊണ്ട് ഇനി ചിലപ്പോൾ അവരെ ആ സിനിമ മുടങ്ങിപ്പോയ സിനിമയെല്ലാം നന്നാവാനും ചിലപ്പോൾ ഇതെല്ലാം കൊണ്ടായിരിക്കും ഇങ്ങനെ മുടക്കം വരുന്നത്. അതെ, അങ്ങനെ ദൈവവിശ്വാസം ഉള്ളവർ അങ്ങനെ വിശ്വസിക്കും, ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാനും കാരണമുണ്ട്. കാരണം ഇതിന് ശാസ്ത്രീയമായിട്ടൊരു ഇതുമില്ല, ബന്ധവുമില്ല. പക്ഷെ അതൊരു വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ അറിയാലോ, പണ്ടൊരു സുരേഷ് ഗോപിന്റെ ഒരു പടം ഇറങ്ങുന്നെന്ന് പറഞ്ഞിട്ടൊരു വാച്ച് റിപ്പയറുടെ കഥയായിരുന്നു. പക്ഷെ പല കാരണങ്ങളാൽ ആ സിനിമ മുടങ്ങി. അപ്പോൾ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അവരുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് ഇനി പുരോഗതി ഉണ്ടാവുകയില്ലൂ എന്നാണ് എൻ്റെ ഒരു മനസ്സിലെ തോന്നല്. കാരണം ഇങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത ആ ഒരു ഇത് നീങ്ങി കിട്ടുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു പുരോഗതി അവരുടെ കുടുംബത്തിന് ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവത്തോടും പ്രാർത്ഥിക്കുന്നത്. എന്തായാലും വളരെ മാന്യനായ ഒരു വ്യക്തിയാണ്. ഞാനാണെങ്കിൽ ഇങ്ങനെയൊന്നും പെരുമാറത്തില്ല. അവർക്ക് എട്ടിൻ്റെ പണി കിട്ടണം എന്നുള്ള മൈൻഡിൽ പെരുമാറത്തുള്ളൂ. പക്ഷേ അങ്ങേരെ ഇത്രയായിട്ട് വലിപ്പിച്ചെങ്കിലും ലാസ്റ്റ് പൈസ കിട്ടിയപ്പോൾ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആ ഡീലും കഴിഞ്ഞ് അങ്ങേരെ കാര്യവും വാങ്ങിച്ച് പോകുന്നു. നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു മനസ്സിന് ഉടമയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ഇത്രയും പോരാടി അവസാനം അദ്ദേഹത്തിന് നീതി ലഭിച്ചു എന്നത് തന്നെയാണ് സത്യം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇതുപോലെയുള്ള ഉടായ്പകൾ പ്രൊമോട്ട് ചെയ്ത് നാട്ടുകാരെ പറ്റിച്ച് മൂഞ്ചിച്ച് ജീവിക്കുന്നതിനൊക്കെ എതിരെ സ്വമേധയാ കേസെടുക്കാനുള്ള ഒരു വകുപ്പ് ഇവിടെ കൊണ്ടുവരണം. അതായത് കുറേ ആൾക്കാർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ആയാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുപോലത്തെ സംഭവങ്ങളായാലും ഇവർ പ്രൊമോട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഉടായ്പുണ്ടെന്ന് തെളിയിച്ചു കൊടുത്ത് പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ തെളിയിച്ചു കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രൊസീജിയറിലൂടെ തെളിയിച്ചു കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഉറപ്പായിട്ടും ഇതുപോലെയുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെതിരെ കേസെടുക്കാനുള്ള ഒരു വകുപ്പും കൂടി കൊണ്ടുവന്നാൽ കുറച്ച് നല്ലതായിരിക്കും. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാണ്. ഇനി ഞാൻ ഒരു കമൻറ്റ് വായിക്കാം. അതായത് ശ്രീമന്ത മുല്ലശ്ശേരിയുടെ അക്കൗണ്ടിൽ നിന്ന്
വേറൊരു യൂട്യൂബറിന്റെ വീഡിയോയിലോട്ട് പോയിട്ടുള്ള ഒരു കമന്റാണ്. ആ യൂട്യൂബറിന്റെ താഴെ പോയിട്ട് ഇവരിട്ടിട്ടുള്ള കമന്റാണ്. ഈ വിഷയം ആദ്യത്തെ വീഡിയോ ചെയ്ത സമയത്താണ്. എൻ്റെ വീഡിയോയുടെ താഴെ ഒന്നും കമന്റ് ബോക്സ് വന്നില്ല. പിന്നെ നീ എൻ്റെ പേരിൽ കേസ് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ അവിടെ വരുന്നത് നിന്റെ പേരിൽ വേറെ കേസ് കൊടുത്താണ്. ഓക്കെ, അപ്പോൾ അത് വിടും. അപ്പോൾ നമുക്ക് ആ കമന്റ് ഒന്ന് വായിക്കാം. ദിസ് വീഡിയോ കണ്ടെയ്ൻസ് false and defamatory allegations against Srividya Mullasheri. The matter has already been addressed and closed through the appropriate legal process in accordance with the law of India. Continuing to publish or circulate false information despite this may amount to defamation and could attract legal consequence. We hereby request that this conduct be removed immediately. Failing to do so, we will be compelled to initiate appropriate legal proceeding for defamation and deliberate dissemination or false information against all responsible parties involving in creating, publishing, and promoting this conduct. Freedom of speech under the Constitution of India does not extend to spreading false and defamatory or malicious allegations. This comment serves as a formal notice to remove the content without delay. ടീം ശ്രീവിദ്യ മുല്ലശ്ശേരി. എൻ്റെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഞാൻ തളരിപ്പുള്ള കാര്യം പറഞ്ഞു, മലയാളത്തിൽ വെച്ചൂടെ പെണ്ണുമ്പിള്ള. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങൾ. അതായത് വീഡിയോ റിമൂവ് ചെയ്തില്ലെങ്കിൽ മറ്റേ ഞാൻ മൂക്കി കയറ്റി കളയുമെന്നാണ് നീ കാണിച്ച പരിപാടിയല്ലേ നാട്ടുകാർ വിളിച്ച് പറയുന്നത്. എന്നിട്ട് വന്നിട്ടോ ഞാനത് സെറ്റിൽ ചെയ്തു, ഇനി നമുക്ക് ഒന്നും പാടില്ല, ഒന്നും പറ്റത്തില്ല, സെറ്റിൽ ചെയ്താലും പറയാനുള്ള പറഞ്ഞിട്ട് തന്നെ പോകത്തുള്ളൂ. എന്തായാലും സെറ്റിൽ ചെയ്തുകൊണ്ട് നല്ല കാര്യം. അല്ലെങ്കിൽ നീ വീണ്ടും വെള്ളം കുടിച്ചാണ്. സോഷ്യൽ മീഡിയയിൽ നാറ് നത്തം കൊട്ടി മൂഞ്ചിത്തിരിഞ്ഞ് കമ്പിത്തിരി ആയെന്ന് മനസ്സിലായ നീ എന്ത് ചെയ്തു? അത് സെറ്റിൽ ചെയ്തു. അല്ലെങ്കിൽ നീ സെറ്റിൽ ചെയ്തു. ഇത്രയും കാലം കടന്നിട്ട് അങ്ങേര് പറയാൻ നടന്നിട്ട് നീ സെറ്റിൽ ചെയ്താ ഇല്ല. ഇപ്പം എന്തുകൊണ്ട് സെറ്റിൽ ചെയ്ത്? ഇനി ഇത് വഷളാകുമെന്ന് നീ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നീ സെറ്റിൽ ചെയ്തു. എന്നിട്ട് മറ്റുള്ള ആ കണ്ടന്റ് ചെയ്തവരുടെ തലയിൽ പോയിട്ട് ഭീഷണി. ടീം ശ്രീവിദ്യ മുല്ലശ്ശേരി. അപ്പൊ ശരി, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഉടായ്പകൾ കാണിച്ച് നാട്ടുകാരെ പറ്റിക്കുന്നവരെ വലിച്ചിക്കറി ഫ്ലാറ്റ് ആക്കി ഒട്ടിച്ചു വയ്ക്കുന്നതാണ് നമുക്കൊരു ഹരം. അപ്പൊ ശരി, ബൈ.